മഞ്ഞ മുഴുവൻ കൊളസ്ട്രോളാ. മഞ്ഞ കഴിക്കുന്നത് നല്ലതല്ല. ആണോ ഉപ്പച്ചേ? മുട്ടയുടെ മഞ്ഞ കഴിക്കുമ്പോൾ എന്തോ ഒരു ബേജാറാണ് നമ്മളിൽ പലർക്കും. അത്ര പ്രശ്നക്കാരനാണോ മുട്ടയുടെ മഞ്ഞ? നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ന്യൂട്രീഷ്യസ് ആയ സൂപ്പർ ഫുഡുകളിൽ ഒന്നാണ് മുട്ട. ഈസിലി അബ്സോർബിൾ ആയ ഒരു മികച്ച പ്രോട്ടീൻ സോഴ്സ്. മുട്ടയുടെ 90% ന്യൂട്രിയൻസും ഉള്ളത് മഞ്ഞയിലാണ്. ഒരു മുട്ടയുടെ ഏകദേശം പകുതിയോളം പ്രോട്ടീനും ഉള്ളത് മുട്ടയുടെ മഞ്ഞയിലാണ്. കൂടാതെ വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും ഒരു മികച്ച സോഴ്സ് കൂടിയാണ് മുട്ടയുടെ മഞ്ഞ. ഇതിൽ വൈറ്റമിൻ സി അല്ലാത്ത വൈറ്റമിൻ എ, ബി, ഡി, ഇ, കെയും മിനറൽസ് ആയ കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, സെലീനിയം, സിങ്ക്, അയണും ഉണ്ട്. ഇത് എല്ലിന്റെയും കണ്ണിന്റെയും സ്കിന്നിന്റെയും ഹെയറിന്റെയും ആരോഗ്യത്തിന് പ്രധാനവുമാണ്. പിന്നെ ബ്രെയിൻ ഫംഗ്ഷന് വേണ്ട കൊളീൻ ഉണ്ട്, ഒമേഗ 3 ഉണ്ട്. അപ്പോൾ ഇത്രയും ന്യൂട്രിയൻസ് ഉള്ള മുട്ടയുടെ മഞ്ഞ കഴിക്കാതെ പ്രധാനമായും പ്രോട്ടീൻ മാത്രമുള്ള മുട്ടയുടെ വെള്ള മാത്രം കഴിക്കുന്നത് മണ്ടത്തരമല്ലാതെ പിന്നെന്താണ്? ഇനി മുട്ടയുടെ മഞ്ഞ കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടി തട്ടിപ്പോകില്ലേ? 1. മുട്ടയിലുള്ളത് പ്രധാനമായും ഗുഡ് കൊളസ്ട്രോൾ ആണ്. 2. നമ്മൾ കഴിക്കുന്ന കൊളസ്ട്രോൾ ഡയറ്ററി കൊളസ്ട്രോൾ ഡയറക്റ്റ് ആയി ബ്ലഡ് കൊളസ്ട്രോൾ ആവുകയല്ല ചെയ്യുന്നത്. 3. ദിവസവും 1-2 മുട്ട മഞ്ഞ സഹിതം കഴിച്ചാൽ ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാക്കില്ല എന്ന് നിരവധി പഠനങ്ങളുണ്ട്. അപ്പോ 1-2-3 മുട്ട ഡെയിലി സന്തോഷത്തോടെ കഴിച്ചോളൂ. ഇത്രയും ന്യൂട്രീഷ്യസ് ആയ പ്രകൃതിയുടെ നാച്ചുറൽ വൈറ്റമിൻ ടാബ്ലറ്റ് ആയ മുട്ടയുടെ മഞ്ഞ കഴിക്കാതെ കളയുന്നവരെ ആനമണ്ട എന്നും വിളിച്ചോളൂ.